എല്ലാവരും പറയാറുണ്ട് ഞങ്ങളോട്, നിങ്ങൾ എപ്പോഴും ഒരുമിച്ചല്ലേ, ഏത് ബോറടിക്കണുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാം എപ്പോഴും ഒരുമിച്ചാവുമ്പോൾ, വീട്ടിലും ഒരുമിച്ച്, സ്കൂളിലും ഒരുമിച്ച്, എവിടെ പോണതും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുമ ആദ്യം കേട്ട് തുടങ്ങിയത് തന്നെയാണ്. ആരെങ്കിലും ഒരാളെ കണ്ടില്ലെങ്കിൽ ചോദിക്കും ടീച്ചർമാര്, സാർ അവിടെ, എന്നെ കണ്ടില്ലെങ്കിൽ സാർ അവിടെ, അല്ലെങ്കിൽ ടീച്ചർ അവിടെ എന്നൊക്കെ ചോദിക്കുന്ന. കുട്ടികളും ചോദിക്കും, ടീച്ചർ വന്നില്ലേ, സാറ് വന്നില്ലേ എന്ന് കുട്ടികളും ചോദിക്കും. ഞങ്ങൾ ഒരുമിച്ച് കാണാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് തോന്നുന്നു. എറണാകുളം ഏലൂർ ഫാക്ട് ഈസ്റ്റേൺ UP സ്കൂളിലെ അധ്യാപകരായിരുന്ന ശശിധരൻ കല്ലേരിയെയും ശ്രീകല ടീച്ചറിനെയും വീട്ടിലും നാട്ടിലും സ്കൂളിലും ഒരുമിച്ചേ കാണാറുള്ളൂ. ദമ്പതികളായ ഇരുവരും ഒരേ സ്കൂളിലെ അധ്യാപകരാകുമ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ മലപ്പുറം സ്വദേശി ശശിധരൻ കല്ലേരിയും തിരുവനന്തപുരം വെളറ സ്വദേശി ശ്രീകല എസിനെയും ഒരുമിച്ച് കാണുന്നതിനപ്പുറം അവരുടെ ജീവിതത്തിൽ ഒരു യാദൃച്ഛികതയുണ്ട്. അത് പത്തനംതിട്ടയിൽ TTC പഠിക്കാൻ വരുന്നത് മുതൽ തുടങ്ങുകയാണ്. TTCക്ക് ഒരുമിച്ച് പഠിച്ചാണ്. പത്തനംതിട്ടയിലെ ഓതറയിലെ NSS ടിയിലാണ് TTC പഠിച്ചിരുന്നത്. പ്രധാനമായിട്ടും അവിടുത്തെ ജില്ലയിൽ നിന്ന് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം 40 പേരും 38 പേരും പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇവിടെ NSSന്റെ കീഴിലാണ് അവിടെ കിട്ടിയത്, ഓതറയിൽ. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പഠിത്തത്തിൽ ഒരുമിച്ച് അവർ ജീവിതത്തിലും ഒന്നായി. TTC കഴിഞ്ഞതിന് ശേഷമാണ് ഒരുമിച്ച്. ഒരു ലവ് മാരേജ് ആയിരുന്നു. 21-ാം വയസ്സിലാണ് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞത്. ലവ് മാരേജാണ്, ഇന്റർകാസ്റ്റ് മാരേജാണ്. അവിടുന്ന് വൈഫിനെ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. ഒറ്റയ്ക്ക് പോയിട്ട് വിളിച്ചു കൊണ്ടതാണ്. വിളിച്ചോടി ആദ്യം വീട്ടിൽ തിരൂരുള്ളതും തിരുവനന്തപുരത്തുള്ളതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭക്ഷണമായാലും രീതിയായാലും. എന്നാലും സാറിൻ്റെ കെയറിലെല്ലാം ഓവർകം ചെയ്യാൻ പറ്റി എനിക്ക്. കൾച്ചറിൽ ഭയങ്കര വ്യത്യാസമാണ്. പറഞ്ഞാൽ തിരുവനന്തപുരം മലപ്പുറം തമ്മിൽ, നമ്മളെ അവിടെ മലപ്പുറത്ത് വെച്ചാൽ പുരുഷാധിപത്യത്തിൻ്റെ സമൂഹമായിരുന്നു ഒരു കാലഘട്ടം. ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ എന്തിന് പുറത്തിറങ്ങണമെങ്കിലും ഇപ്പോൾ നമുക്ക് 2 പേർക്കും കൂടെ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും പെർമിഷൻ. അത് തിരുവനന്തപുരത്തില്ല. മലബാർ മേഖലയുടെ വലിയ പ്രത്യേകതയാണ്. ജീവിതത്തിലെ ഐക്യപ്പെടൽ പിന്നീട് തൊഴിലിടത്തിലേക്കും നീണ്ടു. ഫാക്ട് UP സ്കൂളിൽ ആദ്യം അധ്യാപകനായി ചേർന്നത് ശശിധരൻ മാഷായിരുന്നു. പിന്നീടൊപ്പം ശ്രീകല ടീച്ചറും എത്തി. വൈഫ് കൂടെ സ്കൂളിൽ ജോലിക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വൈഫ് മലപ്പുറത്തും ഞാൻ ഇവിടെയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു പോയിരുന്നത്. അപ്പോൾ മകള് വേറെ സ്ഥലത്ത്, വൈഫ് അവിടെ തന്നെ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുക, ഒരുമിച്ച് ജീവിക്കുക. വീണ്ടും 1 വർഷം മാറി നിന്നതെന്നുള്ള ഒരു അകൽച്ച, അതിലൊരു ഭയങ്കര സന്തോഷം. എനിക്കും മലപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, മോളും ഞാനും ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴെനിക്ക് ഇങ്ങോട്ട് സാർ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, വല്ലപ്പോഴുള്ള കണ്ടുമുട്ടൽ. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. അതുകൂടാതെ ഇത്രയും മനോഹരമായൊരു സ്കൂള് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്കൂള്. അവസാനം ഔദ്യോഗിക ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോഴും അവർ ഒരുമിച്ച് സ്കൂളിന്റെ പടികൾ ഇറങ്ങുകയാണ്. അങ്ങനെ പഠനത്തിലും ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുമിച്ച് നടന്നവർ വിശ്രമ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതും ഒരുമിച്ച് തന്നെ. ഇനി കുറച്ച് യാത്രകള്, പിന്നെ ഞങ്ങളെ മോൾക്കൊരു കുഞ്ഞുണ്ട്, അവളെ നോക്കുക, മോളുടെ കൂടെയുള്ളൊരു ജീവിതം. അതൊക്കെയാണ് ഇനിയുള്ള ലക്ഷ്യങ്ങൾ. എൻ്റെത് കൂടുതൽ ഈ ലക്ഷ്യത്തിൻ്റെ കൂടെ എഴുത്ത്, വായന. നിഖിൽ ജോസഫിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും വളരെ വിരലിൽ എണ്ണാവുന്ന അത്രയും പേർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാകും. ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് അല്ലേ ഒരു ജീവിതം ഉണ്ടാവുക, ഒരുമിച്ച് ഒരിടത്ത് ജോലി ചെയ്യുക, ഒരുമിച്ച് വിരമിക്കുക. അരുൺ, അപ്പോൾ അവരുടെ ആ യാത്ര സന്തോഷകരമായി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അല്ലേ? സ്വാഭാവികമാണ്. കേരളത്തിലെ 2 ദിക്കിലുള്ളവർ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ്. പഠിക്കാൻ പോകുന്നതൊക്കെ അതിനൊരു വഴിത്തിരിവാകാറുമുണ്ട്. അതുതന്നെയാണ് അധ്യാപകനായ ശശിധരൻ കല്ലേരിയുടെയും അതോടൊപ്പം തന്നെ ശ്രീകല എസിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ അതിനപ്പുറം ചില യാദൃശ്ചികതകൾ കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നതാണ്. അതായത് അവർ ഒരുമിച്ച് പഠിച്ചു, ഒരേ സ്ഥലത്ത് പഠിച്ചു, അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്തു, അവർ ഒരുമിച്ച് വിരമിക്കുന്നു. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടാകാം, ഒക്കെ സംഭവിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരിക എന്നുള്ളതൊരു യാദൃശ്ചികമായി തന്നെ നമുക്ക് തോന്നാം. എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഇതൊരു യാദൃശ്ചികമല്ല, സംഭവിച്ച കാര്യം തന്നെയാണ്. പഠിക്കാൻ വേണ്ടിയിട്ടാണ് മലപ്പുറംകാരനായ ശശിധരൻ മാഷും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകലയും പത്തനംതിട്ടയിൽ എത്തുന്നത്.
എത്തുമ്പോൾ അവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. പക്ഷേ അവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിടുകയും അത് വീട്ടുകാരുടെ എതിർപ്പ് കൂടി അവഗണിച്ചുകൊണ്ടാണ് അവർ വിവാഹിതരാകുന്നത്, ഒളിച്ചോടിയെന്നാണ് ശശിധരൻ മാഷ് പറയുന്നത്. അതിനുശേഷം ശ്രീകല എസ് മലപ്പുറത്തേക്ക് പോയി, ശശിധരൻ മാഷിൻ്റെ നാട്ടിലേക്ക് പോയി. അവിടെ കുറേ നാൾ കഴിഞ്ഞു. അതിനെടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഈ കൾച്ചറൽ പ്രശ്നങ്ങളൊക്കെ, അതായത് കേരളത്തിൻ്റെ രണ്ടറ്റത്തുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കിടയിൽ ഉള്ള സാംസ്കാരികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ട് നാടിൻ്റെയും രീതികളും ശരിയൊക്കെ വ്യത്യസ്തമാണ്. അതിനോടൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്കിടയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഒത്തൊരുമയോടുകൂടിയാണ് മുന്നോട്ട് പോയത്. ആ ഒരു ഒത്തൊരുമ അവരുടെ ജീവിതത്തിലേക്ക് ഓരോ ഘട്ടത്തിലും അവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു. ഒരേ സ്കൂളിൽ ജോലി ചെയ്തു. ഇപ്പോൾ ഒരേ സ്കൂളിൽ നിന്ന് ഒരേ വർഷം തന്നെ അവർ വിരമിക്കുകയാണ്. രണ്ടുപേർക്കും ഒരേ പ്രായമാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേർക്കും ഒരേ സമയത്ത് വിരമിക്കാനും കഴിഞ്ഞത്. എന്തായാലും ഇനിയുള്ള ജീവിതത്തിലും ഇനി തുടർന്നുള്ള ജീവിതത്തിലും അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. യാത്രകളും അല്ലെങ്കിൽ മകളുടെ കുഞ്ഞും ഒക്കെ ആയിട്ടുള്ള അതാണ് ഒരുപക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ സന്തോഷിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ശരി അരുൺ, കാണാം.